എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓഗസ്റ്റ് 15 അല്ലേ, 80 വർഷം നമുക്ക് തികഞ്ഞ്. അതിൻ്റെതായിട്ട് എല്ലാവരും ഓഗസ്റ്റ് 15 ആഘോഷിക്കുന്നു. ഞങ്ങളിവിടെ കുവൈറ്റിൽ ആഘോഷിക്കുന്നു, വീട്ടിൽ നിന്ന് ആഘോഷിക്കുന്നു. എനിക്ക് ഒരു പണി കിട്ടിയത് കാണിക്കാനാണ്. ചെറിയ വീഡിയോ ആയിരിക്കും, ഞാൻ വേഗം വയ്ക്കാം, നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല. ഒരു പച്ചപ്പൊക്കെ ചെറുതായിട്ട് കാണിക്കാമെന്ന് ഞാൻ ഇറങ്ങിയാണ്. ഇവിടുത്തെ എങ്ങനെ ഇരിക്കണം കണ്ടോ, എൻ്റെ ചെടി തള്ളിയിട്ടേക്കുന്നത് ഫുട്ബോൾ കളിക്കണം, അടിച്ച് ചെടി തട്ടിയിട്ട്. ഇനി ഇതിൻ്റെ പുറകെ പോകണം ഞാൻ. അപ്പോഴേ നമുക്കിന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നമ്മുടെ കൊടിയുടെ കളറിൽ ഒരു മുട്ട പൊരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വിജയിക്കുകയാണെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ ആ വിജയത്തിലും പങ്കുചെയ്യാം. അത് ഫ്ലോപ്പായി തെറ്റായി പോകുന്നെങ്കിൽ അതിൽ നിങ്ങൾ പങ്കുചേർന്നോളൂ. അപ്പോൾ നമ്മൾ ചീരയിലേക്ക് പോകാം. സോറി, ചീരയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ടാണ് നമുക്ക് മുട്ട പൊരിക്കാൻ പോയി. ഇത് കണ്ടോ, നമ്മുടെ സാമ്പാർ ചീരയെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് മേടിച്ചപ്പോൾ കിട്ടിയാണ്. 2 കമ്പ് വെച്ച് കിളിച്ച് നേരെ ഇപ്പോൾ പോയിട്ടുണ്ട്, മേളോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ സാമ്പാറിൽ ഇന്നാൾ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേ നമ്മുടെ മുട്ട പൊരിക്കലിലേക്ക് പോകാം. സിമ്പിളാണോ എന്ന് വെച്ചാൽ അല്ല, ഇത്തിരി നേരം മെനക്കേടുണ്ട്. കേട്ടോ, ഒരു തുണിക്ക് മറുതുണി ഇല്ലാത്ത രീതിയിൽ ഒരുത്തരം കിടന്നുറങ്ങുന്ന ചക്ക. എന്താ ചക്ക, രാത്രി ഉറങ്ങിയില്ലേ കുഞ്ഞ്? രാത്രി അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവന് 12-1 മണി കഴിഞ്ഞ് ഇങ്ങനെ ഓടി നടക്കും. പിന്നെ അവനൊന്ന് ഉറങ്ങാം. പക്ഷെ ഇന്ന് 2 മണിയായപ്പോഴാണ് ഉറങ്ങണം നല്ലോണം. ഇന്നത്തെ പിള്ളേരുള്ളതുകൊണ്ട് ഇവന്മാർ ഫുട്ബോൾ കളിക്കുന്നുണ്ടെന്ന് അത്രയ്ക്ക് ഉറങ്ങാൻ ചില സമയത്ത് പറ്റുന്നില്ല. ചില സമയത്ത് അവന് ഉറക്കം വന്നാൽ അതിൻ്റെ ഇടയ്ക്ക് കിടന്നുറങ്ങും. ഞാനും അവരുടെ ഇടയ്ക്ക് കിടന്നുറങ്ങും. എനിക്കും അതിലൊന്നും കുഴപ്പമില്ല. അപ്പം നമ്മുടെ കിച്ചണിലേക്ക് പോകാം. കിച്ചണിൽ പിന്നെ എനിക്ക് ഇന്നൊരു നല്ലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കിച്ചണിലെ ലൈറ്റ് നല്ല വെട്ടം ട്യൂബൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. മുട്ട പൊരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഞാൻ ക്യാരറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പതാകയുടെ കളർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പിള്ളേർക്ക് മീൻ മറക്കുന്നു. അതാണ് ചേച്ചിക്ക് സാലഡിനുള്ള കടല വേവിച്ച് വെച്ചു. ഇനി കുക്കുംബറൊക്കെ ഇട്ട് സാലഡ് ആക്കണം. അപ്പം ഞാനിത് വെന്ത് കഴിഞ്ഞ് മിക്സിയിൽ അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ കളറിൽ വേണമല്ലോ, മായം മന്ത്രമൊന്നും പിള്ളേർക്ക് കൊടുക്കാനൊക്കെ പറ്റില്ല. അപ്പം പാലൊക്കെ എടുത്ത് ഞാനൊന്ന് വേവിക്കുകയാണ്. അതും കൂടെ ഉടച്ച് ചേർക്കുമ്പോൾ നമുക്ക് ഗ്രീൻ കളറിലെ കിട്ടുമല്ലോ. അതിനാണ് ക്യാരറ്റ് വെന്ത് അത് മാറ്റി ഞാൻ പാലക്കും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതും കൂടെ മിക്സിയിൽ അടിക്കാം. അപ്പോൾ വേവിച്ച് മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. ക്യാരറ്റ് വെന്തിട്ടുണ്ട്, എടുത്തു നമ്മൾ മിക്സിയിൽ ഇടുവാണ്. തണുത്ത് കേട്ടോ, എടുത്ത് നമ്മൾ മിക്സിയിൽ ഇടുവാണ്. മൊത്തം തണുത്തിട്ടില്ല, ചെറുതായിട്ട്. സ്വിച്ച് ഇടാതെ വർക്കാകാൻ പോയാൽ പറ്റുമല്ലോ. ക്യാരറ്റ് അടിച്ചിട്ടുണ്ട്. ഇതിനെ പാത്രത്തിലോട്ട് മാറ്റാം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നാട്ടിൽ മഴയൊക്കെ ഇപ്പിച്ച് കുറഞ്ഞല്ലോ അല്ലേ? ഓണമായിട്ട് എല്ലാവർക്കും ഓണം ആഘോഷിക്കാനുള്ളതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും പണിയില്ല, വീടുകൾ പോയി, എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. കഷ്ടകാലമാണെന്ന് തോന്നുന്നു നാട്ടിൽ മൊത്തം. നാട്ടിലെന്നല്ല, എല്ലായിടത്തും. ഇന്ന് ഇന്തോനേഷ്യ കണ്ടപ്പോൾ അവിടെ ഭൂകമ്പം, അവിടെ ഒത്തിരി മരണം, ആകെ വിഷമത്തിനെല്ലാവരും. അന്നേരം ഞാൻ മറ്റേ നമ്മുടെ പാലക്ക് കണ്ട് ചീര വെന്തിട്ടുണ്ട്. അത് നമുക്ക് ഇച്ചിരി ഓഫാക്കി വയ്ക്കാം. തണുത്തിട്ട് വേണം മിക്സിയിൽ അടിക്കാൻ. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കുകയും കമൻ്റ് അടിക്കുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ വീഡിയോ കാണാൻ ഇത്രയും ലക്ഷം ആൾക്കാരൊക്കെ
സബ് ചെയ്തവരൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ കമൻ്റ് അടിച്ചതും കമൻ്റ് വിട്ടതിലും ഒക്കെ ഭയങ്കര സന്തോഷം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഞാനിനി ഇത് തണുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് മുട്ട പൊരിക്കാം. നമ്മുടെ പാലൊക്കെ തണുത്തിട്ടുണ്ട്, നമുക്കത് മിക്സിയിലോട്ടിടാം. തണുത്തെന്ന് പറഞ്ഞാൽ നല്ല പോലെ അങ്ങ് തണുത്തില്ല, എന്നാലും മിക്സി ഉരുകത്തില്ല, അത്രേ ഉള്ളൂ. നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വരാം. നമ്മൾ മിക്സിയിലെടുത്ത് അടിച്ചു വെച്ചിട്ടുണ്ട് ഗ്രീനായിട്ട്. സവാള അരിഞ്ഞു വെച്ച് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്, ഇത് മാറ്റണം. ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പം കൈ കൊണ്ട് മെല്ലെ ഒന്ന് നിവിടുക. നമ്മൾ ഇത് 3ആയിട്ട് മാറ്റുവാണേ. കുറച്ച് സവാള ഇതിനകത്തിട്ടു, കുറച്ച് സവാള ഇതിനകത്തിട്ടു, പിന്നെ 3 മാറ്റി. നമ്മൾ സവാള ഇട്ട് ഉപ്പിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നമ്മൾ വേവിച്ചെടുത്ത പാലക്ക് മിക്സിയിൽ അടിച്ച് ചേർത്തു. ഇത് സവാള ഉപ്പ്, അതിൻ്റെ കൂടെ ക്യാരറ്റ് അടിച്ച് ചേർത്തു. ഇത് സവാള ഉപ്പ് മാത്രമാണ്, നമുക്ക് വെള്ള കളർ കിട്ടാനാണ്. അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ വെള്ള കളർ കിട്ടുന്നതിന് ഞാൻ വിചാരിച്ച് മുട്ടയുടെ വെള്ളക്കരു മാത്രം കുറച്ച് ചേർക്കാമെന്നേ, മഞ്ഞ വീഴാതെ. ബാക്കി ഇവിടെ ചേർക്കും മഞ്ഞ. അറിയില്ല, റെഡിയായാൽ നമ്മൾ രക്ഷപ്പെട്ടു, തോറ്റാൽ നമ്മൾ തോറ്റു. അടുത്ത പണി. അടുത്ത മുട്ട ഇവിടെ ചേർത്തു. ഇതൊന്നും ഞാൻ ഇപ്പം പെട്ടെന്ന് തോന്നിയതാണ്. വിജയിച്ചാൽ ഹാപ്പി, വിജയിച്ചില്ലേലും ഹാപ്പി. നമുക്ക് കഴിക്കാമല്ലോ, മുട്ടയല്ലേ. ചേർത്തിരിക്കുന്ന ഒന്നും അത്ര കൊള്ളാത്ത സാധനങ്ങളൊന്നും അല്ലല്ലോ. വെച്ചാട്ടിന് എന്ത് പറ്റിയെന്തോ വെള്ളം വരുന്നില്ല. ഒക്കെ അഴുക്കായിട്ടുണ്ട്, ക്ലീൻ ചെയ്യണം. ഇവിടെ ഇന്നലെ ഗ്യാസിൻ്റെ അവിടെ അഴുക്കായപ്പോൾ എൻ്റെ ഇവിടുത്തെ മോൻ പറയുക, ആൻറ്റിക്ക് ശ്രദ്ധിച്ച് പാചകം ചെയ്യാൻ അറിയത്തില്ലേന്ന്. ഇതിനകത്ത് ഇത്രയും അഴുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് അവൻ അറിയില്ലല്ലോ. മീൻ മറക്കുമ്പോഴും കറി തിളയ്ക്കുമ്പോഴും ഒക്കെ തെറിച്ച് വീഴുമെന്നും. കുഞ്ഞല്ലേ. നമുക്ക് അടിക്കാം. അടിച്ച് നല്ല ഒന്ന് വെച്ച് കലക്കി. ഇതിനകത്ത് മൊത്തത്തോടെ മഞ്ഞ കളറ്, മഞ്ഞയുടേതും എല്ലാം. പിന്നെ വെള്ളയ്ക്ക് ഞാൻ ഇത്തിരി പാല് ചേർക്കുന്നുണ്ട്. ഇത്തിരി പാല്, ചായ ഇടുന്ന പാലാണ് ചേർക്കുന്നുണ്ട്. നമ്മളിത്തിരി പാല് ചേർത്തിട്ട് അടിക്കുവാണ്. ഇത് മഞ്ഞക്കരു എടുത്തില്ല, വെള്ളക്കരു മാത്രമാണ്. അപ്പം ഞാൻ ഗ്യാസൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് വരാം. നമ്മൾ ചട്ടി വെച്ചു. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ, വിജയിക്കാൻ. മുട്ട ചെയ്യുന്ന എണ്ണയാണ്. പ്രാർത്ഥിച്ചോണേ, എല്ലാവരും പ്രാർത്ഥിക്കേ. നമുക്ക് മുട്ട തിന്നാം നല്ലതായിട്ട്. ഇപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ഒന്ന് മുട്ട 3 കളർ ഒരുമിച്ച് പൊരിക്കാമെന്ന് കഴിച്ച് നോക്കിയപ്പം ഞങ്ങൾക്ക് ഗ്രീൻ പൊരിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ഗ്രീൻ പൊരിച്ച് മാറ്റാം, പിന്നെ ഓരോന്ന് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അതാ നല്ലതെന്ന് തോന്നി. ഗ്രീനിൻ്റെ ഇച്ചിരി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വെള്ളം ഇച്ചിരി കുറവാണ്.
എന്നാലും പക്ഷെ നമുക്ക് നടുക്ക് വയ്ക്കുന്ന എന്ത് വയ്ക്കുമെന്ന് നിങ്ങൾ പറയും. ഞങ്ങൾ എന്ത് ഫുഡ് ഇതിനകത്ത് വയ്ക്കും, മുട്ടയ്ക്കകത്ത് എന്ത് ചേർത്താൽ. വയലറ്റിൻ്റെ ക്യാരറ്റ് നമുക്കില്ല, അല്ല ക്യാബേജ് ഇല്ല. ക്യാബേജിന് വയലറ്റ് കളറുണ്ടല്ലോ, അതില്ല. ഒരുത്തൻ്റെ ബഹളം കണ്ടോ, മുട്ട പൊരിക്കുന്നതിന് അതിൻ്റെ ഇടയ്ക്ക് വന്ന് കിടക്കും ഒരുത്തൻ. മുട്ടയുടെ പൊടി വീണ അപ്പോഴെടുക്കണം അതിനു വേണ്ടി. എടാ ചെക്ക, എന്തുവാ വീണോ വല്ലതും? കിട്ടിയോ? ഇല്ലേ, വീഴും. പ്രതീക്ഷയോടെ കിടക്കും. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചേക്കും, അല്ലെങ്കിൽ നമ്മുടെ സൈഡ് കരിഞ്ഞു വെച്ചില്ല അടിയിൽ, അതുകൊണ്ട് തീ കുറച്ച് വെച്ചിരിക്കുവാണ്. അപ്പം ഞങ്ങളിത് 3 എണ്ണവും വറുത്തിട്ട് വരാവേ, അല്ല പൊരിച്ചിട്ട് വരാവേ. നമ്മൾ ലാസ്റ്റത്തെ ആയി. ക്യാരറ്റിൻ്റെ തണ്ട് ഇങ്ങനെയൊക്കെയാണ് വന്നത്. നിങ്ങളെ ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന വ്യക്തിയാണ് യൂട്യൂബ് ചാനലിൽ കയറി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാണ്ട് ക്യാരറ്റിൻ്റെ ഇങ്ങനെയൊക്കെയാണ് വന്നത്. ഇത് നമ്മുടെ ചീര കിട്ടാൻ നല്ല രീതി വന്നു. ഇനി ഇതെന്താണെന്ന് അറിയത്തില്ല, അപ്പം കട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ അതൊന്നുമല്ല ഇവിടെ ബുദ്ധിമുട്ടതാ. ഇന്ന് എന്തുവാണെന്ന് അറിയത്തില്ല. ഇവിടെ ഒരുത്തൻ ഉച്ചി കുത്തി കിടന്ന് ഉറങ്ങിയവനാ വന്ന് ഇവിടെ നിൽക്കുവാ. ഈ മുട്ട പൊരിക്കുന്ന മണം കേട്ടുകൊണ്ട് വാലുവാട്ടി താഴെ വീണോ നോക്കി. ഇല്ലയോ, താഴെ വീണില്ല, പാത്രത്തിലുണ്ട്. രണ്ട് ചട്ടകമൊക്കെ വെച്ച് മറിക്കാൻ നോക്കുക, പറ്റുമോ ദൈവത്തിനറിയാം. പക്ഷെ മറിക്കാതെടുക്കുന്നതാണെന്ന് തോന്നുന്നു. അടച്ചു വെച്ചിട്ടല്ലേ. അപ്പോൾ നമ്മുടെ മുട്ട വെള്ള രീതിയിൽ പൊരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മക്കൾക്ക് കൊടുക്കാൻ ഞാൻ ബ്രെഡ് എടുക്കുക. ബ്രെഡ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്ന അമ്മമാർക്ക് ഇഷ്ടം. അമ്മമാർക്ക് ചോറ് വേണ്ട, ഇത് കണ്ടപ്പോഴത്തെ അമ്മമാർക്ക് മുട്ട മതി, ബ്രെഡും മതിയെന്ന്. ഇവിടുത്തെ ഒരുത്തരം ചീസൊക്കെ വെക്കുന്ന ഇഷ്ടം. നമ്മുടെ ചീസൊക്കെ തീർന്നിരിക്കുക. ഒരാൾക്ക് ചീസ് വയ്ക്കുന്ന ഇഷ്ടമല്ല. ഞാൻ തീ കുറച്ചിട്ടേക്കുക കരിയാതിരിക്കാൻ. ഇത് നെയ്യൊക്കെ പറ്റുന്നതിലും നല്ലതാ. ഇത് ഇളയവനുണ്ടല്ലോ, ഇതൊന്നും ഇഷ്ടമല്ല അത്ര. ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വെക്കാനുള്ള സാധനം നമ്മുടെ ഇല്ല. അപ്പം നിങ്ങൾ ഭാരതീയരൊക്കെ ഇത് കണ്ടിട്ട് എന്നെ അടിക്കാൻ വരല്ലേ, എൻ്റെ പൊട്ടത്തരമായിട്ട് നിങ്ങൾ കരുതുക. പിന്നെ ഞാൻ ബ്രെഡിനോട്ടിന് വെക്കുന്നത് കാണിക്കണം കാണിച്ചു തരാം. ശരി, നമ്മുടെ ഗ്രീൻ മുട്ട വെച്ചു. ഇവരെയും വെച്ചു, യെല്ലോ ചേട്ടന്മാരെയും വെച്ചു. നമുക്കിതെടുത്ത് കൈകൊണ്ട് അമർത്തുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ചീസ് ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ഒട്ടിയിരിക്കാൻ പാടാണ്. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടണ്ടേ. നമ്മൾ ഞങ്ങളുടെ ആഗസ്റ്റ് 15 80-ാം വർഷം ആഘോഷിച്ചു. ഇത് മുറിച്ച് ഞങ്ങളിപ്പോൾ ആഘോഷിച്ചു. ഇനി അടുത്ത കൂടെ വെക്കട്ടെ. എല്ലാം വെച്ചിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ഉണ്ണിക്കുട്ടൻ നമുക്ക് വേണ്ടി മുറിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് പിസയുടെ കത്തിയ, മൂത്താളുടെ കത്തിയ. മൂത്താള് പിസ മുറിക്കാനൊക്കെ മേടിച്ചതാണ്. അങ്ങനെ ഉണ്ടോ, നിങ്ങൾക്ക് കളറൊന്നും ഇതിനകത്തൂടെ കാണാൻ പറ്റത്തില്ല. അതാ ബാക്കി നമ്മൾ മുറിച്ചുകൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങളും എല്ലാവരും വായോ, നമുക്ക് ഒരുമിച്ച് ഇവിടെ ആഗസ്റ്റ് 15 ആഘോഷിക്കാം. ബൈ ബൈ. ഞങ്ങളെന്നാ വെച്ചോട്ടെ. ഇവിടെ ഒരാള് വലിയോ, ഇവിടെ വേണം കേട്ടോ. ഇതിൻ്റെ പരിപാടിക്ക് നിരയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്.
ഇവർക്ക് നമ്മളൊരു ഇത്തിരി കൊടുത്തുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്ത് വീഡിയോ അവസാനിപ്പിക്കാം. ഡിയോ വൈൻഡപ്പ് ചെയ്യാ ഡിയോ. ടാറ്റ പറയൂ. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് എന്നാ നോക്ക്. ഇനി വല്ലതും ഉണ്ടോന്ന് തപ്പുവാ അവൻ.